പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനാണ് എന്നുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ ഡയറക്ടറായ സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസി റോസിൽ ആൻറ്റി, മറ്റെല്ലാ അഡ്മിൻസും ഓൺലൈനിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദേവദാസിമാർക്കും ദേവദാസന്മാർക്കും ഇനി ശ്രവിക്കാനിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവബഹുലമായ ഒരു ദിവസം കൂടെ നമ്മൾക്ക് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്ന വൻകൃപയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, മാനുഷികമായ ജീവിതത്തിലെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവർക്കേ നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ അടുത്തറിയുന്നവർക്ക്, നമ്മളെ വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക്, നമ്മുടെ സ്വഭാവ രീതികൾ വ്യക്തമായി മനസ്സിലാക്കുന്നവർക്കൊക്കെ, നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക്, അവർക്ക് നമ്മുടെ കുറവുകൾ എന്തെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മളെ തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കുറവുകൾ കാണണമെങ്കിൽ നിന്നിലുള്ള കുറവ് ഇന്നതാണെന്ന്, ഒരു വ്യക്തി എന്നിലുള്ള കുറവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എന്നോട് ഒരുപക്ഷെ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കും, എന്നിൽ കുറവൊന്നുമില്ല, ഞാൻ പൂർണ്ണതയുള്ളൊരു വ്യക്തിയാണെന്ന്. എന്നാൽ മറ്റൊരു ആളെ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്കത് അംഗീകരിക്കാൻ സാധ്യമല്ലായിരിക്കും. കാരണം എൻ്റെ പക്ഷം ശരിയായിരിക്കണമെന്നും ഞാൻ ചെയ്തത് ന്യായമാണെന്നും എനിക്കൊരുപക്ഷെ എന്നെ തന്നെ ന്യായീകരിക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ കുറവുകളും, നമ്മളിലുള്ള സകല കുറവുകളും മനസ്സിലാക്കി, നമ്മളുടെ അയോഗ്യതകളൊക്കെ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ യോഗ്യതകളും നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് യോഗ്യരാണെന്ന് തോന്നൽ മനുഷ്യരുണ്ടാകും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിനും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ തടസ്സമൊന്നും ഇല്ല എന്ന് ഒരുപക്ഷെ മനുഷ്യ രീതിയിൽ തോന്നിയിരിക്കും. എന്നാൽ ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വളരെ പെട്ടെന്ന് തന്നെ ഷോർട്ട് മെസ്സേജാണ്. വളരെ പെട്ടെന്ന് ദിവസം ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ഇവിടെ കാണുന്നത്, ധനവാനായ ഒരു യുവപ്രമാണി യേശുവിന്റെ അടുക്കൽ വന്ന്, യേശുവിനെ നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് അവനോട് ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ തന്നെ കർത്താവിനോട് അവൻ പറയുന്ന വാക്കുകളുണ്ട്. യേശു കർത്താവെ, ഞാൻ കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അങ്ങനെ കൽപ്പനകളൊക്കെ കർത്താവ് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പ്രമാണിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. ആ യുവപ്രമാണിക്ക് വളരെ ധനം ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇത് ഈ കൽപ്പനകളൊക്കെ നീ പ്രമാണിക്കുന്ന സത്യമെങ്കിലും നിനക്കൊരു കുറവുണ്ട്. യേശു അവനെ നോക്കിയപ്പോഴാണ് അവന്റെ കുറവ് കണ്ടുപിടിക്കാൻ, അവന്റെ കുറവ് അവനോട് പറയുവാൻ സാധിച്ചത്. യേശുവിനെ കണ്ടുപിടിക്കണം എന്നുള്ളതല്ല, സർവശക്തനായ സർവജ്ഞാനിയായ കർത്താവിനും ഇന്നയാൾ എന്റെ അടുക്കൽ വരുമെന്നും ഇന്ന വ്യക്തി ധനവാനായ മനുഷ്യനാണെന്നും ഇവരിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്നും സർവജ്ഞാനിയായ ദൈവം വ്യക്തമായി മനസ്സിലാക്കുന്ന കർത്താവാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെ പ്രിയരേ, സ്തോത്രം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ തന്നെ കർത്താവ് നമ്മുടെ സകല കാര്യവും മനസ്സിലാക്കുന്ന ദൈവമാണ്, സർവജ്ഞാനിയായ കർത്താവാണ്. എന്റെ കുറവുകൾ എന്തെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാത്തപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവിന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കും. നിന്റെ കുറവുകൾ, പലപ്പോഴും മനുഷ്യന്റെ കുറവുകൾ അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ്. അവര് പറയുന്നത്, ഒരു പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണങ്ങളെല്ലാം പാലിച്ചു പോരുന്നുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ ഉപവസിക്കുന്നുണ്ട്, എൻ്റെ അപ്പനമ്മമാർക്ക് ഞാൻ നല്ല മകളാണ്, നല്ല മകനാണ്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചകളിലും ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുന്നുണ്ട്, ഞാൻ കർത്താവിന്റെ ദാസന്മാരെ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് ഇങ്ങനെ നമ്മളെ നോക്കി പറയുന്നുണ്ട്,
കുറവുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞത്. കാരണം അത് തിരുത്തി പോകും തോറും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ചൊരിയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്തെന്ന് നാം തിരുത്തി പോകും തോറും ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കുകയാണ്. ആമേൻ. കർത്താവ് പറഞ്ഞ യോഗ്യത ഇതാണ്: നിനക്ക് എന്നെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് എന്റെ പാതയിൽ, ഞാൻ പോകുന്ന രീതിയിൽ, എന്റെ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിനും നിത്യ ജീവനും അവകാശമായി നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും, നീ അത് അംഗീകരിക്കണം. പക്ഷെ അത് അംഗീകരിക്കാൻ പലപ്പോഴും നാം തയ്യാറല്ല. സ്തോത്രം. നാം നമ്മെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യനെ തന്നെ ന്യായീകരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുന്ന പല സന്ദർഭങ്ങൾ കാണും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ ധ്യാനിക്കുന്നുണ്ട്, ഞാൻ ആലയത്തിൽ പോകുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ എന്റെ കുറവുകൾ ഒരുപക്ഷെ കാണാൻ സാധിക്കത്തില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഞാനുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിക്ക് എന്റെ കുറവുകൾ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് യേശുക്രിസ്തു യുവപ്രമാണിയുടെ കുറവ് കണ്ട് മനസ്സിലാക്കി അവനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കൊരു കുറവ്. യേശു അവനെ നോക്കി സ്നേഹിച്ചു. ആമേൻ. സ്തോത്രം. നമ്മളെ നോക്കി സ്നേഹമെന്ന് പറഞ്ഞത് സ്തോത്രം പലപ്പോഴും സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് അവരോടുള്ള സമീപനം അനുസരിച്ച് ഒരുപക്ഷെ നമ്മളുള്ള സ്നേഹത്തിന് ഏറ്റക്കുറച്ചുകൾ സംഭവിക്കാം. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെ അവരുടെ നമ്മുടെ സമീപനത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിക്ക് നമ്മളോട് അകൽച്ച ഉണ്ടാകാം, അവർക്ക് സ്നേഹത്തിന്റെ വിടവുണ്ടാകാം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞ് ഇതൊന്നും നോക്കിയല്ല, നിത്യരാജ്യത്തിന് നീ അവകാശിയാണോ എന്ന് നോക്കിയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ആമേൻ. അതിനെ അവകാശമാക്കുവാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നാം വിലപിടിപ്പെന്ന് നാം കരുതുന്ന, നമ്മുടെ കണ്ണിന് ഇമ്പമെന്ന് കരുതുന്ന, നാം ശ്രേഷ്ഠമെന്ന് നമ്മുടെ ഉള്ളിൽ വിചാരിച്ച് നാം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതിനെ നാം തള്ളിക്കളയണം. അതൊരു പക്ഷേ മനുഷ്യനെ അപേക്ഷിച്ച് വളരെ ഒരുപക്ഷെ ഇത് പ്രയാസകരമായ കാര്യമാണ്. കാരണം നാം വിലപിടിപ്പെന്ന് കരുതുന്ന പലതിനെ നാം മാറ്റി വെക്കാതെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് എന്റെ ജീവിതത്തിലെ കുറവുകൾ? ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, ബൈബിൾ വായനയിൽ ഞാൻ കുറവുള്ളവരാണോ? സ്തോത്രം. പലപ്പോഴും ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോൾ അത് പിന്നെയാട്ടെ, കുറച്ചു നേരം കഴിഞ്ഞ് ബൈബിൾ വായിക്കാം, അല്ലെ കുറച്ചു നേരം ആ പണി കൂടെ തീർത്തിട്ട് എനിക്ക് ബൈബിൾ വായിക്കാം, അല്ലെ രാത്രിയിൽ ബൈബിൾ വായിക്കാം, അല്ലെങ്കിൽ വെളുപ്പിനെ കഴിഞ്ഞിട്ട് ബൈബിൾ ധ്യാനിക്കാം. ഈ ബൈബിൾ ധ്യാനത്തിലൊക്കെ നമ്മൾ കുറവുള്ളവരാണ്. പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നാം കടന്നു വരുന്നില്ല. നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടുടരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത്, ഹല്ലേലൂയ, വ്യക്തിപരമായ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സഭയിൽ പോയി ഒരുമിച്ചിരുന്ന് കർത്താവിനെ പാടുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തിയതിനേക്കാൾ ഉപരി ദൈവവുമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നാം കുറവുള്ളവരാണോ? ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നാം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം വീഴ്ച പറ്റിയവരാണോ? കുറവ് അങ്ങനെയുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ തിരുത്താൻ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിനുള്ള സ്നേഹത്തിൽ നാം കുറവുള്ളവരാണോ? സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നാം കുറവുള്ളവരാണോ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് കൊടുക്കുന്നതിൽ. ആമേൻ. സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി നാം പണം ചെലവാക്കുന്ന കാര്യമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നാം നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്ന മീൻസ് ഒരു സ്ഥലത്ത് പോകുന്ന ഉദ്ദേശമല്ല പറഞ്ഞത്. ദൈവരാജ്യത്തിന് വേണ്ടി നാം എത്രയും മാക്സിമം നമ്മുടെ ജീവിതം ചെലവഴിക്കാമോ അതിൽ നാം കുറവുള്ളവരാണോ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് പറഞ്ഞത് ഹല്ലേലൂയ, വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, യുവതലമുറകൾക്ക് വേണ്ടി, മദ്യപാനികൾക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മടങ്ങി വരവിന് വേണ്ടി, സഭയുടെ ഉണർവിന് വേണ്ടി, രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ഇതിനൊക്കെ പ്രാർത്ഥനയിൽ നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ എന്റെ കുടുംബം രക്ഷ അനുഭവിക്കണം, എനിക്ക് സ്വാർത്ഥമനാഭാവത്തിലുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും കാണാറുള്ളത്. സ്തോത്രം. എന്റെ മക്കൾ നല്ല രീതിയിൽ വരണം, എന്റെ മകൻ അനുഗ്രഹം പ്രാപിക്കണം, വിദേശ രാജ്യങ്ങളിൽ പോകണം, നന്മ കിട്ടണം, എന്റെ കടഭാരം മാറണം, എനിക്ക് നല്ല വീട് വേണം, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം. അവനേക്കാൾ ഉപരി, എന്റെ അയൽക്കാരനേക്കാൾ ഉപരി, അല്ലെ അവരെന്നെ നിന്ദിക്കാത്ത വിധത്തിൽ, ദൈവനാമം ദുഷിക്കാത്ത വിധത്തിൽ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം വലിയതെന്നും വിലയേറിയതെന്നും എണ്ണി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം ഉപേക്ഷിക്കണം. പലപ്പോഴും മനുഷ്യന് അസാധ്യമാണ്. ഹല്ലേലൂയ. നാം ശ്രേഷ്ഠമെന്ന് കരുതുന്ന പലതും ദൈവത്തിന്റെ സന്നിധിയിൽ അറപ്പാണ്. ആമേൻ. സ്തോത്രം. മനുഷ്യന് ശ്രേഷ്ഠമെന്ന് കരുതുന്ന നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, പലപ്പോഴും മനുഷ്യന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന സൗന്ദര്യം.
ഹല്ലേലൂയ. സൗന്ദര്യം കണ്ടിട്ടാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹം താല്പര്യവും തോന്നാറുള്ളത്. അവളുടെ ഒരു പക്ഷേ അവരുടെ മീഡിയയിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ള കാര്യമാണ്. സ്തോത്രം. അവരുടെ പാട്ടുകൾ അല്ലെ അവരുടെ വചന ശുശ്രൂഷ അല്ലെ അവരുടെ ശുശ്രൂഷകൾ എത്ര മോശമായിരുന്നാലും സൗന്ദര്യം കാണുമ്പോൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ സൗന്ദര്യം ഒരുപക്ഷെ മനുഷ്യന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് പിശാചിന്റെ വലിയ പദ്ധതിയാണ്. അത് വെട്ടിയിട്ട് പിശാചിനാണ്. അവന്റെ സൗന്ദര്യത്തിൽ അവൻ അഹങ്കരിച്ചു. അവൻ ദൈവത്തെക്കാൾ വലുതായി അവൻ എന്തൊക്കെയോ പ്രാപിച്ചു, എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലുകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പിശാചിനെ വെട്ടിയിട്ട് കർത്താവ് ആ വെട്ടിയിട്ട ദൂതിൽ നിന്ന് മറ്റു പല വ്യക്തികളും കയറിയിരിക്കുകയാണ്. സ്തോത്രം. ലോകത്തിൽ ആകമാനം എന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. സൗന്ദര്യത്തിൽ നാം അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ, ആമേൻ സ്തോത്രം, നമ്മുടെ സമ്പത്തിൽ നാം നമ്മുടെ നിക്ഷേപം മുഴുവൻ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ, നമ്മുടെ നിക്ഷേപം മുഴുവൻ നാം ആഹാരം കഴിക്കാൻ ചെലവഴിക്കുകയാണെങ്കിൽ, നമ്മുടെ നിക്ഷേപം മുഴുവൻ നാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ, ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പോകുന്നത് വളരെ പ്രയാസമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പോകുന്നത് അല്ല, ദൈവരാജ്യത്തിൽ പോകത്തില്ല, നിത്യജീവൻ അവകാശികളായി തീരത്തില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. സമ്പത്തുള്ളവൻ അതിനെ വലിയ നിക്ഷേപമായി കരുതാതെ, വിലയേറിയതായി എണ്ണാതെ ക്രിസ്തുവിൻ രാജ്യത്തിലേക്ക് ഒരു മടങ്ങി വരവ്, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ഇതെല്ലാം മാറ്റിവെക്കണമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഈ യുവപ്രമാണിക്ക് ഇതൊന്നും സാധ്യമായിരുന്നില്ല. യുവപ്രമാണിക്ക് ഇതൊക്കെ ഏറ്റവും വിലയേറിയതും ശ്രേഷ്ഠവുമായി അവൻ എണ്ണി. ഈ ലോകത്തിൽ കാണുന്ന സകലതും ശ്രേഷ്ഠവുമായി എണ്ണുന്നവരാണ് പലരും. ആമേൻ. സ്തോത്രം. സ്ഥാനങ്ങൾ, മഹിമകൾ, കുടുംബശ്രേഷ്ഠതകൾ, അല്ലെങ്കിൽ യോഗ്യതകൾ, ജോലി, അല്ല ഡിഗ്രി, ഡിപ്ലോമ, അല്ലെങ്കിൽ ബിരുദദാനം, ബിരുദാന്തര ബിരുദം, ഇതൊക്കെ വളരെ ശ്രേഷ്ഠവും പരിജ്ഞാനവും പരപരമെന്ന് തോന്നുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. എന്നാൽ നാം പഠിച്ചു വെച്ചതും നാം ചിന്തിച്ചു വെച്ചതുമല്ല, ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് അളവ് കൊണ്ട് അളക്കുവാൻ സാധ്യമല്ല. ക്രിസ്തു പറഞ്ഞത്, കർത്താവ് ഇവിടെ ഈ യുവപ്രമാണിയോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അപ്പൊ അവൻ പറയുന്ന കാര്യമുണ്ട്, കർത്താവേ സ്തോത്രം, ഞാൻ കൊല ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, സ്തോത്രം. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, കൽപ്പനകളെ എല്ലാം ഞാൻ പ്രമാണിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവ് പറഞ്ഞത്, എന്നാൽ നിനക്കൊരു കുറവുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴാണ് ഒരാൾ നമ്മുടെ കുറ്റം പറയുകയാണെങ്കിൽ എത്രമാത്രം വിഷമം തോന്നും. നോക്കി. ആമേൻ. സ്തോത്രം. ചർച്ചിലെ എല്ലാ വിഷയങ്ങളിലും ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ആയി നിൽക്കുക. ബോധപ്രവർത്തനങ്ങളുടെ മുൻപന്തിയിലുണ്ട്. അത് ചർച്ചിന് വേണ്ടി കൊടുക്കാനാണ് മുൻപന്തിയിലുണ്ട്. ഏത് കാര്യത്തിനും വേണ്ടി മുൻപന്തിൽ നിന്നൊരു വ്യക്തിയോട് നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു കുറ്റം അവരോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറവ് നിങ്ങൾ കൊണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും അവരെ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ എന്നിലുള്ള കുറവുകൾ കണ്ടുപിടിച്ചത് എന്നുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് അവരോട് കൂടുതൽ സ്നേഹമാണ് തോന്നുന്നത്. എന്നാൽ യുവപ്രമാണി ഈ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിന്റെ അടുത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കാരണം അവന്റെ താല്പര്യം ദൈവം ബഹുമാനിച്ചു. യുവപ്രമാണിയുടെ താല്പര്യം, അവന്റെ ആഗ്രഹം, ദൈവരാജ്യത്തിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ, നിത്യജീവനെ ഞാൻ അവകാശിയായി തീരണമെങ്കിൽ, കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ, യേശുവിന്റെ പാത അനുഗമിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള അവന്റെ താല്പര്യമുണ്ടായിരുന്നു. എല്ലാവർക്കും താല്പര്യമുണ്ട്. ആ താല്പര്യത്തെക്കുറിച്ചല്ല ഇവിടെ താല്പര്യമാണ്, ആഗ്രഹം. അവന്റെ ആഗ്രഹം കണ്ടതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചു. അവനെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ പറയും, അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരുപക്ഷെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നായിരിക്കാം അവന്റെ ചോദ്യം വന്നത്. കർത്താവ് ഈ ചോദ്യത്തിന് മുമ്പിൽ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. അവൻ യേശുവിനേക്കാൾ മറ്റു പലതിന് എന്തൊക്കെയോ അവന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർത്താവിന് പകരമായി നാം മറ്റേതെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, കർത്താവിന് പകരമായി ഈ ലോകത്തിൽ എന്തിനെ നാം പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, അത് വസ്തുവിനാകട്ടെ, അത് വീടിനാകട്ടെ, അത് വാഹനത്തിനാകട്ടെ, അത് ഏത് ജോലി കാര്യങ്ങളിലാകട്ടെ, സ്ഥാനമാനങ്ങൾക്കാകട്ടെ, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കർത്താവിന് കൊടുക്കാതെ മറ്റെന്തിനെങ്കിലും സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ അനുയായി എന്ന പേരിന് യോഗ്യനാക്കി തീരുകയുള്ളൂ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യഥാർത്ഥമായി ക്രിസ്തുവിന്റെ അനുയായി യോഗ്യനായി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കർത്താവിടെ പറയുന്നത്. കർത്താവ് ഒന്നാമത് പറഞ്ഞത്, സ്തോത്രം. ഹല്ലേലൂയ. യേശു അവനെ സ്നേഹിച്ചു. പല സ്നേഹങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാ കുറവുകളും കൂടി നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഒരുപക്ഷെ നമ്മുടെ കുറവുകളുണ്ട്, എന്നാൽ ഈ കുറവുകളെല്ലാം ഉൾക്കൊണ്ടാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ആ സ്നേഹം എന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ
ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ തന്നെ നാം സ്നേഹിക്കുന്നത് പലതും നാം മാറ്റിവെക്കണം. ഒരുപക്ഷെ ബന്ധങ്ങളായിരിക്കാം. കർത്താവ് നോ എന്ന് പറഞ്ഞത് ആ ബന്ധങ്ങൾ നമ്മൾ തുടരാൻ പാടില്ല. കർത്താവ് നോ എന്ന് പറഞ്ഞ അത് ഏത് വലിയ ബന്ധമായാലും കർത്താവ് പറയാത്ത ഒരു ബന്ധങ്ങളിൽ നാം ഇടപെടാൻ നമുക്ക് അനുവാദമില്ല. കർത്താവ് പറയുന്ന ഒരു സ്ഥലങ്ങളിൽ പോകുവാൻ നമുക്ക് നാം വലുതെന്ന് ധരിപ്പിക്കുക. അവരുടെ മുമ്പിൽ ഞാൻ ചെന്നില്ലെങ്കിൽ, ഞാൻ കൊടുത്തില്ലെങ്കിൽ, ഞാൻ മേടിച്ചില്ലെങ്കിൽ, അല്ല ഇന്റെ കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ, പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന ഒരു പരാജയമാണ്. മാനുഷികമായ രീതിയിൽ പല കാര്യങ്ങളും വിചാരിച്ചിട്ട് പ്രീതിപ്പെടുത്തുവാൻ, മനുഷ്യന്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആമേൻ. ആ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി മനസ്സിൽ പല കാര്യങ്ങളും, ദൈവിക താല്പര്യങ്ങളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് തീരുമാനമെടുക്കുക. ഇവിടെ യുവപ്രമാണി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ നിക്ഷേപം ഒരുപാടുള്ള വ്യക്തിയാണ്, ഒരുപാട് സമ്പത്തുണ്ട്. സമ്പത്തുള്ളവനെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുന്നല്ല. കർത്താവ് ഒരിക്കലും സമ്പത്തുള്ളതിനെ ഉപേക്ഷിക്കും. ദൈവരായത്തിൽ എല്ലാവരും നിത്യജീവൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണ കർത്താവിന്റെ പദ്ധതി. എന്നാൽ ഉപേക്ഷിക്കാതെ എങ്ങനെ നിത്യജീവൻ അവകാശിയായി തീരും? എന്റെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. പലപ്പോഴും ഇന്ന് മനുഷ്യരുടെ ഇടയിൽ കാണുന്ന, പ്രത്യേകിച്ച് ദൈവജനത്തിന്റെ ഇടയിൽ കാണുന്ന ഒരു കാര്യമാണ് സ്തോത്രം. ഉപേക്ഷിക്കേണ്ടത് പലതും ഉപേക്ഷിക്കാതെ ഹല്ലേലൂയ സ്വന്തമാക്കണമെന്നുള്ള വിചാരത്തോടെ ഹല്ലേലൂയ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ട് ദൈവരാജ്യത്തെ ഹല്ലേലൂയ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി വഴക്കുവാൻ അവരിന്ന് ഹല്ലേലൂയ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിത്യജീവനെ അവകാശികളാക്കി തീർക്കുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശ്രേഷ്ഠമെന്ന് കരുതുന്ന എല്ലാം അവോയ്ഡ് ചെയ്യണം. ഒരുപക്ഷെ മാനുഷിക രീതിയിൽ ഒരുപക്ഷെ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. നാം ശ്രേഷ്ഠമെന്ന് കരുതുന്ന നമ്മുടെ കുടുംബം കർത്താവ് പറയും ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. ആർക്കും പറ്റുമത്? ആർക്കും പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന നിന്റെ വീട് നീ ഉപേക്ഷിച്ച് മാറണം. പറ്റുമോ? അബ്രഹാം അങ്ങനെ ഉപേക്ഷിച്ചത്. നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന നിന്റെ സമ്പത്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നോ, മനുഷ്യർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന നിന്റെ വാഹനം മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാണോ? നോ, സാധ്യമല്ല. നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന നിന്റെ സമ്പത്ത്, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്രയോ ദേവദാസന്മാർ, എത്രയോ പാവങ്ങൾ ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടി കരയുന്നുണ്ടെന്ന് അറിയാമോ പ്രിയ ദൈവമക്കളെ? സ്തോത്രം. എത്രയോ പാവപ്പെട്ട ദേവദാസന്മാർ വാടക വീടുകൾ മാറി കൊടുക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ വളരെ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലരുടെയും ഏക്കർ കണക്കിന് വസ്തു വെറുതെ കിടക്കുക. ആമേൻ. സമ്പത്തുള്ള ദൈവരാജ്യത്തിൽ കിടക്കുന്ന എത്ര പ്രയാസം! അതിന് നീ ഹല്ലേലൂയ സ്തോത്രം. ആ നിക്ഷേപമുള്ളത് തന്നെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവ് പറയുന്നത്. ആമേൻ. ഇതാണ് പ്രയാസം എന്ന് പറയുന്നത്. ഈ പ്രയാസം നേരിട്ടെങ്കിൽ മാത്രമേ, ഇതിന് നീ ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് അവകാശിയായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കുറെ പാടി കൈയടിച്ച് പാട്ടുപാടി ആരാധിച്ച് ട്രംപ് പൊട്ടിച്ച് മീറ്റുകൾക്ക് നടന്ന് വെറുതെ സമയം കളയാന്നുള്ളതല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, നിത്യജീവൻ അവകാശികളാക്കി തീർക്കത്തില്ല. അതായത് നമ്മളെ തന്നെ നാം സ്നേഹിക്കുന്നതിനെ ശ്രേഷ്ഠമെന്ന് കരുതാതെ അത് ഷെയറിംഗ് ആണ് കർത്താവോട് ഉദ്ദേശിക്കുന്നത്. ഷെയറിംഗ് ആണ് ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ കാര്യം. സ്തോത്രം. നാം നമ്മെ തന്നെ വില കൊടുക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഷെയർ ചെയ്യുക. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും അത് ദൈവജനത്തിന്റെ ഇടയിൽ പോലും കാണുവാൻ സാധിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ പറയുന്നത് നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? എവിടെ ബാങ്ക് ഡിപ്പോസിറ്റ് എവിടെ കിടക്കുന്നു അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും. അങ്ങനെയായാൽ നീ നിത്യജീവൻ അവകാശിയായി തീരത്തില്ല. എന്റെ കൂടെ അനുഗമിക്കാൻ അസാധ്യമാണ്. കർത്താവ് പറഞ്ഞ വാക്കാണ്, അസാധ്യം. പക്ഷെ ആ പോക്ക് കണ്ടാൽ തോന്നും ഇപ്പോൾ ദൈവരാജ്യത്തിൽ കേടുവന്നു, ഇപ്പോൾ നിത്യജീവൻ അവകാശിയാണ്. മരണക്കിടക്കിൽ എല്ലാവരും പറയും നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നു. എത്ര പേർക്ക് യോഗ്യതയുണ്ട് നിത്യതയിൽ ചേർക്കപ്പെട്ടു? ആമേൻ സ്തോത്രം. പലപ്പോഴും പലരും മരണ ശുശ്രൂഷ ചെയ്ത കാര്യമാണ് നിത്യതയിൽ. ആ വ്യക്തി നിത്യതയിൽ എത്തിയെന്ന് എന്ത് ഉറപ്പോട് കൂടിയാണ് ഇത് കടിക്ക് കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ നടക്കണമെങ്കിൽ, ദൈവരാജ്യത്തിന് അവകാശിയായി തീരണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതവും അവന്റെ സ്തോത്രം ഹല്ലേലൂയ അവന്റെ വിശ്വാസവും അവന്റെ വിശ്വാസ ജീവിതവും തമ്മിൽ ക്രിസ്തുവുമായി എങ്ങനെയുള്ള ബന്ധമായിരിക്കണം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന്റെ മുഖം മൂടി ഹല്ലേലൂയ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല കർത്താവ് വിളിക്കുന്നത്, അവന്റെ അന്തരാത്മാവിനെ കണ്ടിട്ടാ. ഹല്ലേലൂയ. യേശു അവന്റെ പുറമേയുള്ള കാര്യങ്ങളൊന്നുമല്ല നോക്കിയത്. പള്ളിയിൽ വരുന്നുണ്ടോ, ചർച്ചിൽ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, അമ്മാമ്മ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ഇതൊന്നുമല്ല അവിടെ വിഷയം. കർത്താവ് പറഞ്ഞു നീ നിക്ഷേപമെന്ന് കരുതുന്ന എന്നേക്കാൾ ഉപരി നീ കരുതി വെച്ചിരിക്കുന്ന പലതുകൊണ്ട് അത് നീ ഉപേക്ഷിക്കണം. ആമേൻ സ്തോത്രം. അത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിനക്ക് എന്റെ കൂടെ വരുവാൻ സാധ്യമാകുകയുള്ളൂ. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നീ കളഞ്ഞിട്ട് ഫോളോ മീ,
എന്നെ നീ അനുഗമിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇതെല്ലാം നീ മാറ്റിവെക്കുക, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ഫോളോ മീ എന്ന് പറഞ്ഞത്. എന്നെ അനുഗമിക്കണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. പലപ്പോഴും കുറവുകൾ തിരുത്തുവാൻ നമ്മൾക്ക് അസാധ്യമാണ്. മറ്റു പലരും നമ്മളുള്ള കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരോട് നാം നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. ആമേൻ, സ്തോത്രം. നമ്മൾക്ക് ഒരുപക്ഷെ നമ്മുടെ എന്താണ് ദൈവരാജ്യത്തിൽ നാം ചെയ്ത കുറവുകൾ, ബൈബിൾ ധ്യാനത്തിലുള്ള കുറവുകൾ, വ്യക്തിപരമായ പ്രാർത്ഥനയിലുള്ള കുറവുകൾ, നന്മ ചെയ്ത് നാം തളർന്നു പോകുന്ന കുറവുകൾ, നമ്മുടെ വിലപ്പെട്ട സമയം നാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്. അതിൽ കുറവുകളുള്ളവരുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി നാം മാറ്റിവെക്കുവാൻ, അവന്റെ പ്രയാസം കേൾക്കുവാൻ, അവന്റെ സങ്കടം കേൾക്കുവാൻ നാം തയ്യാറാണോ? ഒരിക്കലുമല്ല. ഈ കാലത്ത് അങ്ങനെ നടക്കുക അസാധ്യമാണ്. കാരണം ഭയങ്കര ബിസി കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആമേൻ. അത് ആരാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ പ്രയാസം കേൾക്കുവാൻ മറ്റൊരു വ്യക്തിക്ക് സമയമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടണം. അവർക്ക് നേരെ വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ ജോലി കാര്യങ്ങൾ ഏർപ്പെടണം. ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ സമയങ്ങൾ ചെലവഴിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മണിക്കൂർ നേരം അടുക്കളയിൽ ചെലവഴിക്കുന്ന വ്യക്തി അവൻ ദേവസ്ഥലത്തിരിക്കുവാനും അല്ലെങ്കിൽ അവന്റെ കുറവുകൾ കണ്ടെത്താനും അസാധ്യം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് 3-4 മണിക്കൂർ അടുക്കളയിൽ നിൽക്കുന്നത്. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പിന്നെ നിൽക്കുന്നു. സഹോദരിമാരെ സംബന്ധിച്ച് ഹല്ലേലൂയ. എന്നാൽ മറ്റൊരുവരുടെ വിഷയം നമ്മളുടെ അടുക്കളയിലേക്ക് കൊണ്ടുവരുമ്പോൾ, സഹോദരി, സിസ്റ്റർ, എനിക്ക് സമയമില്ല, എനിക്ക് ഇച്ചിരി ബിസിയാണ്, ഇന്ന് ഇച്ചിരി ബിസിയാണ്, നാളെ നമുക്ക് സംസാരിക്കാം, നാളെ ഇതിനേക്കാൾ അപ്പുറം. ആമേൻ, സ്തോത്രം. അങ്ങനെ മനുഷ്യരെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ സ്വാർത്ഥ മനോഭാവത്തോടെ, ഇതിനൊക്കെ നമ്മൾ കുറവുള്ളവരാണോ ദൈവസന്നിധിയിൽ? ആമേൻ. ഈ കുറവുകളെ കർത്താവ് നിർത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. ഈ കർത്താവ് പറയുന്നത്, സ്തോത്രം, നിക്ഷേപത്തിന് സമ്പത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നാം നിക്ഷേപം കരുതുന്ന സകലതും. സമയം നമ്മുടെ നിക്ഷേപമാണോ? എന്റെ സമയം, ഇന്ന് കർത്താവ് തന്നേക്കുന്നത് ഈ സമയം, ഒരു ദിവസം മുഴുവൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം മുഴുവൻ ഞാൻ എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വഴക്കുന്നത്. അതിൽ കുറവുള്ളവരാണോ നാം? ഹല്ലേലൂയ. എന്റെ ഇച്ഛകൾക്കനുസരിച്ചും എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും എന്റെ സുഖങ്ങൾക്കും എന്റെ മക്കൾക്കും വേണ്ടി മാത്രമാണോ എന്റെ ജീവിതം ഞാൻ ചെലവഴിക്കുന്നത് ഒരു ദിവസം മുഴുവൻ? അത് വിചിന്തനം ചെയ്യുവാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ് അതിൽ നീ കുറവുള്ളവളാണ്. സ്തോത്രം. അത് തിരുത്തുവാൻ നാം തയ്യാറാണെങ്കിൽ, നാം നിക്ഷേപം വന്നും നമ്മുടെ വിലപിടിപ്പുള്ള സമയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ കറി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു വ്യക്തി കടന്നു വന്നാൽ അവരുടെ വിഷയങ്ങളൊക്കെ കേൾക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം മനസ്സുള്ളവരാണെങ്കിൽ നാം കർത്താവിന് വേണ്ടി അനുഗമിക്കാൻ കർത്താവ് യോഗ്യരെന്നെണ്ണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുവാൻ തന്നെ ത്യജിക്കണമെന്ന് കർത്താവിന്റെ വചനത്തിലുണ്ട്. ഹല്ലേലൂയ. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് മാറ്റുക. ഹല്ലേലൂയ. സകലത് ഉപേക്ഷിച്ച് മാറ്റുക. സ്വാർത്ഥ താല്പര്യങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, ഞാൻ നിക്ഷേപമെന്ന് കരുതുന്ന സമ്പത്ത്, ഇതെല്ലാം നാം മാറ്റിവെക്കണം. ഹല്ലേലൂയ. നമ്മുടെ സമയങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ നമ്മൾക്ക് തയ്യാറല്ല. സ്തോത്രം, ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ശ്രേഷ്ഠതെന്ന് കരുതല്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവർ ശ്രേഷ്ഠത നാം എണ്ണിക്കൊണ്ട് അവരെ കരുതുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി നാം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം നിത്യജീവൻ അവകാശികൾ. അറിയാതെ തന്നെ നമ്മൾ നിത്യജീവൻ അവകാശി. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും, ഒരുപക്ഷെ വലിയ കൺവെൻഷൻ പ്രസംഗമൊന്നും ചെയ്യുന്നില്ലായിരിക്കും, വലിയ സ്റ്റേജുകളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ നിത്യജീവൻ അവകാശിയായി മാറുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ത്യയെ പിടിച്ചെടുക്കാൻ തക്കതായ ദൈവം ഒരു പ്രവർത്തിയൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും. ലോകരാജ്യങ്ങളിൽ ഉണർവയ്ക്കാൻ നമ്മളെ കർത്താവ് അയച്ചില്ലെങ്കിലും അതിന് നമ്മൾ ഭാഗവാക്കാകണമെന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവ പദ്ധതിയാണ്. അതിനുവേണ്ടിയുള്ള വിളിയുള്ള വ്യക്തികൾ കർത്താവ് അതിനെ ഉപയോഗിച്ചിരിക്കും. എന്നാൽ നിത്യജീവൻ അവകാശമാക്കി തീർക്കാന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി വേറെ ഒന്നും ഈ ലോകത്തിന് തുല്യം, അതിന് തുല്യം ഈ ലോകത്തിൽ ഒന്നും വെക്കുവാൻ അസാധ്യമാണ്. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക. സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ, അത് ഞാൻ അറിയുന്നു. സർവജ്ഞാനിയെ കർത്താവിന് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പലപ്പോഴും പലരും ചെന്ന് ദേവസ്ഥലത്ത് ചെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പരീക്ഷന് ചുങ്കക്കാരൻ നമ്മെ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ആദ്യം ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ നിത്യജീവൻ അവകാശമാക്കി തീർക്കാൻ നീ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്? സ്തോത്രം. ഫോളോ മീ എന്ന് പറയുമ്പോൾ എന്നെ അനുഗമിക്കാൻ യോഗ്യമായി നിക്ഷേപമെന്ന് കരുതുന്ന പലതും ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ, സ്തോത്രം. നിക്ഷേപമെന്ന് ഒരുപക്ഷെ സമ്പത്ത് കരുതുന്നുണ്ടായിരിക്കും,
സമ്പത്ത് നിക്ഷേപമായി കരുതുന്ന പലരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവനവന്റെ ഇഷ്ടത്തിന് ചെലവഴിക്കുവാൻ വേണ്ടി മാത്രം കരുതുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇതേ കേൾക്കുന്ന ദൈവജനമല്ല, ഇനി കേൾക്കാനിരിക്കുന്നതോട് കർത്താവ് പറയുകയാണ്, സ്തോത്രം, ആ നിക്ഷേപമെന്ന് നാം കരുതുന്ന പലതും മാറ്റിവെച്ചിട്ട് മക്കളായിരിക്കും നിക്ഷേപമെന്ന് കരുതുന്നവരുണ്ട്. അവരുടെ വിദ്യാഭ്യാസം വളരെ ശ്രേഷ്ഠമെന്ന് കരുതുന്നുണ്ട്. അതൊന്നുമല്ല പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ നിത്യരാജ്യത്തിന്റെ അവകാശികളൊക്കെ നമ്മളെ അതൊന്നുമല്ല തീർക്കുന്നത്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ത്യജിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ ത്യജിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിലാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ത്യാഗ മനോഭാവത്തോടുകൂടെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കർത്താവ് പറഞ്ഞത് ഉള്ള സമ്പത്തെല്ലാം വിറ്റിട്ട് സ്തോത്രം അതെല്ലാം ആ പാവങ്ങൾക്ക് കൊടുക്കുവാൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് സമ്പത്തുകൾ എല്ലാം വിറ്റിട്ട് പാവങ്ങളൊക്കെ കൊടുത്തിട്ട് നീ ഒന്നുമില്ലാതിരിക്കുവാനല്ല സ്തോത്ര കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ അത് തന്നെ വലിയ കാര്യമെന്ന് ശ്രേഷ്ഠമെന്ന് നീ കരുതരുത്. നീ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക. നിന്നേക്കാൾ നിർദ്ധരായ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവർക്ക് കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. പലപ്പോഴും ഇതിന് ഒരു യോഗ്യതയില്ലാത്തവര് പ്രസംഗിക്കാമെന്നുള്ളതല്ലാതെ സ്ഥാനങ്ങൾ കിട്ടും, ശരിയാണ്, പക്ഷെ നിത്യജീവൻ അവകാശമാക്കുവാൻ സാധ്യമല്ലാതെ പലപ്പോഴും ഈ വചനം വായിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്തോത്രം ഉൾക്കൊള്ളുവാൻ തന്നെ ജനം പലപ്പോഴും ദൈവമക്കളെ തയ്യാറാകാതെ ഇരിക്കുന്നുണ്ട്. സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും ഒക്കെ വേണ്ടി അവർ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. വാരിക്കുട്ടി വരും തലമുറകൾക്കും എനിക്കും എന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും 4 തലമുറകൾ അനുഭവിക്കാൻ വരും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ട് കർത്താവ് ഒരുപക്ഷെ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. ഹല്ലേലൂയ. സ്വർഗത്തിൽ കർത്താവിന് വേണ്ടി ത്യാഗം അനുഭവിച്ച് രക്തം ഊറ്റിക്കൊടുത്ത് ചങ്ക് കാണിച്ചു കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം രക്തസാക്ഷികളായ രക്തസാക്ഷികൾ ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഒരുപക്ഷെ ഇതിൽ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നുണ്ടാവാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും വേണ്ടത് പറഞ്ഞ് സകലം വിട്ടെറിഞ്ഞ് പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം അടയ്ക്കണിൽ എത്രയോ ദേവദാസന്മാർ നെഞ്ചു വിരിച്ച് കാണിച്ചുകൊണ്ടും ഹല്ലേലൂയ ഇടയ്ക്ക് എത്രയോ അറബി രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ദേവദാസന്മാർ ദൈവമക്കൾ ഹല്ലേലൂയ തന്നെ നേരെ തോക്ക് ചൂണ്ടുപോലെ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ചങ്കുടപ്പോടെ പറയണമെങ്കിൽ അതിന് നടുവിൽ യേശു പറഞ്ഞത് ഫോളോ മീ, എന്നെ അനുഗമിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ത്യജിച്ച് അവനെ തന്നെ ത്യജിച്ച് ഞാൻ ഒന്നുമില്ല, എന്റെ സമ്പാദ്യം ഒന്നുമില്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് ദൈവഭക്തന്മാർ സ്വർഗത്തിലിരിക്കുമ്പോൾ ദൈവത്തിലെ ദൂതന്മാരൊക്കെ ഒരു പക്ഷേ ലോകത്തിലെ കോപ്രാന്തകൾ കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കാം. ഇവരെ ദൈവമക്കളെന്ന് പറഞ്ഞവർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ചിന്തിക്കാറുണ്ട് കാര്യമാണ് സ്തോത്രം. കർത്താവിനോട് ത്യാഗം ചെയ്തവരൊക്കെ പ്രാണത്യാഗം ചെയ്തവരൊക്കെ ഹല്ലേലൂയ ഇങ്ങനെ ചിന്തിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഒരുപക്ഷെ പരിഹസിച്ച് ചിരിക്കുന്നുണ്ടാകും ലോകത്തെ, ആത്മീയ ലോകത്തെ നോക്കി. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ഒരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അതിന് സത്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് പറഞ്ഞത് ആ സ്തോത്രം അല്ലെങ്കിൽ താൻ തന്നെ ശ്രേഷ്ഠനെന്ന് കരുതാതെ എളിയവനെ ആദരിക്കുന്ന ഒരു മുഖം അത് കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമില്ലാത്തവനെ ആദരിക്കുകയും അവർക്ക് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുകയും നമ്മുടെ സമ്പത്തും നമ്മുടെ ആവശ്യങ്ങളും മൊത്തം അവന് വേണ്ടി നാം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരുപക്ഷെ മനുഷ്യ രീതിയിൽ നോക്കുമ്പോൾ അവർക്കെല്ലാം കാണും. പക്ഷെ അകത്തെ മനുഷ്യനെ നാം അവരുടെ ഉള്ളിലുള്ള തേങ്ങലുകൾ നാം രുചിച്ചറിയണമെങ്കിൽ അവനെ നോക്കണം. എങ്ങനെ നോക്കണം? നോക്കേണ്ടതുപോലെ നോക്കണം. കർത്താവ് നോക്കിയത് നമ്മൾ തമ്മിൽ നോക്കുന്ന പോലെ മാനുഷികാമ രീതിയിൽ കണ്ണും തമ്മിൽ ഉടക്കിയെന്നല്ല പറഞ്ഞത്, ആത്മാവിലെയാണ് നോക്കിയത്. ആമേൻ. കർത്താവ് നോക്കുന്നത് എന്റെയും നിങ്ങളെയും ആത്മാവിനെയാണ് നോക്കുന്നത്. ആത്മാവിൽ അവൻ എന്താണ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ്. ഒരുപക്ഷെ എല്ലാമുള്ള വ്യക്തിയാണെങ്കിലും അവന്റെ ഉള്ളിലെ ഞെരുക്കം ആരും കാണത്തില്ല. അവന്റെ ഉള്ളിലെ പ്രയാസം, അവൻ അനുഭവിക്കുന്ന വ്യതകൾ, അവർ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ഒരുപക്ഷെ കൂടെ താമസിക്കുന്നവർ പോലും മനസ്സിലാക്കി വരും. ആമേൻ സ്തോത്രം. എന്നാൽ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. സ്വന്തം ജീവനെ തന്നെ പ്രാണത്യാഗം ചെയ്തവൻ അല്ലെങ്കിൽ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി കർത്താവ് പറയുകയാണ് സ്തോത്രം. നീ എനിക്ക് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ നിന്നെ മാനിക്കും. നീ സകലം ഉപേക്ഷിച്ചു എന്റെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ട്, ഈ ലോകത്ത് സകല സുഖഭോഗങ്ങളെ മാറ്റിവെച്ചത് കൊണ്ട്, എല്ലാ സ്ഥാനങ്ങളും നീ മാറ്റിവെച്ചത് കൊണ്ട്, ഈ സമ്പത്തുകളൊന്നും ഒന്നും ഇല്ലാതെ നീ കരുതിയത് കൊണ്ട് ദൈവം നിന്നെ മാനിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഈ കുറവുകളൊക്കെ നികത്തി കർത്താവ് നമ്മളെ നിത്യരാജ്യത്തിൽ എത്തിക്കാൻ ശക്തനാണ്. കർത്താവിന്റെ കൂടെ നാം നടക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് പലപ്പോഴും നാം വിചാരിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് മാത്രം ഇങ്ങനൊരു ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നത്. ആമേൻ സ്തോത്രം. അത് കർത്താവ് പറഞ്ഞത് ഞാൻ നിന്റെ ട്രെയിനിങ്ങിലൂടെ കടത്തിവിടിക്കുകയാണ്. നീ ഇന്ന കാര്യങ്ങളൊക്കെ
ചെയ്യണം, ഇതൊക്കെ ഉപേക്ഷിക്കണം, ഇതൊക്കെ ഇന്നൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് ഹല്ലേലൂയ കർത്താവ് നമുക്ക് തരുന്ന ട്രെയിനിങ് ആണ് പ്രിയ ദൈവമക്കളെ. ഈ കാര്യങ്ങളൊക്കെ നീ മാറ്റിവെക്കണം, ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ പാടില്ല, ഈ കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കർത്താവ് നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളല്ല എനിക്ക് വരുന്നത്, എന്താണ് ഇത്ര പ്രശ്നങ്ങൾ എനിക്ക് വരുന്നത്, മറ്റാർക്കും ഇത്ര വിഷയങ്ങളൊന്നുമില്ലല്ലോ, അവരൊക്കെ എന്നെപ്പോലെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നവര്, ദൈവത്തെ സ്തുതിക്കുന്നവര്, പാടുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, ആരാധിക്കുന്നവര്, പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ എന്നോട് ഈ പോരാട്ടം ഉണ്ടായത്. നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാനാ. ആമേൻ, സ്തോത്രം. ദൈവത്തോടു കൂടി വാഴണ്ടേ. ഹല്ലേലൂയ. സ്വർഗ്ഗാദി സ്വർഗ്ഗങ്ങളിൽ കാഹളനാദം കേൾക്കുമ്പോൾ പോകട്ടെ പ്രിയ ദൈവമക്കളെ. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നടക്കുന്നത്. ആരും നിരാശപ്പെടരുത്. ജീവിതത്തിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒറ്റപ്പെടലുകളോ ജീവിതത്തിൽ നിങ്ങളെ തളർത്തിക്കളയുന്നുവെങ്കിൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. കാരണം കർത്താവ് നിനക്ക് തരുന്ന ട്രെയിനിങ് ആണിത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ നോക്കുമ്പോൾ മാത്രമേ കുറവുകൾ കണ്ടെത്താൻ സാധ്യമുള്ളൂ. കർത്താവ് നമ്മളെ നോക്കിയിരിക്കുക. എന്നെയും നിങ്ങളെ കർത്താവ് നോക്കുകയാണ്. ഹല്ലേലൂയ. നീ എന്നോട് കൂടെ വരുവാൻ ഫോളോ മീ എന്ന് കർത്താവ് പറയുന്നുണ്ട്. പലരോടും എന്ന് എല്ലാവരോടും കർത്താവ് പറയുന്നില്ല ഈ വാക്ക്. ഞാൻ തിരുവചനത്തിൽ സുവിശേഷങ്ങളിൽ ഞാൻ ചിന്തിച്ചപ്പോൾ വളരെ ചുരുക്കം ചില വ്യക്തികളോട് മാത്രമേ കർത്താവ് ഫോളോ മീ എന്ന് പറയുന്നുള്ളൂ. എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരാൻ പറയുന്നില്ല. ചിലരെ മാത്രമേ കർത്താവ് വിളിക്കുന്നുള്ളൂ. ചിലരിത് അവഗണിച്ച് പോകുന്നോണ്ടുണ്ട്. ഹല്ലേലൂയ. അവർ നിത്യജീവൻ അവകാശികളല്ല, വിളിക്കപ്പെട്ടവരെ, പക്ഷെ അവർ നഷ്ടമാക്കിക്കൊണ്ട് പോവുക. എന്നാൽ ഫോളോ മീ എന്ന് പറഞ്ഞ് പലരും അതിട്ടിട്ട് ലേവ്യൻ, ഹല്ലേലൂയ സ്തോത്രം, അവിടുന്ന് അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ലേവി എന്ന ചുങ്കക്കാർ പ്രമാണി ടാക്സ് കളക്ടർ ലേവി അവൻ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. കർത്താവ് ഫോളോ മീ എന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അവൻ സകലത വിട്ടിട്ടാ പുറകെ പോയത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഓഫീസിൽ സ്റ്റാഫുകൾ ഇരിപ്പുണ്ടോ, അവിടെ എന്റെ കൂടെ ജോലി ചെയ്യുന്നത് ഇരിപ്പുണ്ടെന്ന് നാണക്കേടാകുമോ, ഇതൊന്നും വിചാരിച്ചില്ല. ഇതാണ് ദൈവത്തെ, കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്ന യോഗ്യതകൾ. ആമേൻ. അവന് നിത്യജീവൻ അവകാശികളാക്കി തീർന്നിരിക്കും. അവകാശം പ്രാപിച്ചിരിക്കും. കർത്താവ് പറയുന്ന യോഗ്യതകൾ ഇതൊക്കെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയെന്ന് പലപ്പോഴും നാം നമ്മെ തന്നെ കണ്ട് ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ്, അല്ലെങ്കിൽ കർത്താവെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ചില കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി എന്നെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കണമേ. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നോക്കിയാൽ എനിക്കൊരു കുറവുമില്ല. ഞാൻ പാടുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം ശുശ്രൂഷിക്കുന്നുണ്ട്, പക്ഷെ പല കുറവുകളുമുള്ള വ്യക്തിയാണ് ഞാൻ. കർത്താവ് എന്നെ നോക്കി പറയുന്നുണ്ട്, ഹല്ലേലൂയ മകളെ നിനക്കൊരു കുറവുണ്ട്, അത് നീ തിരുത്തണം. അത് നമ്മൾ തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ നിത്യജീവൻ അവകാശിയ. നഷ്ടമാകാതെ നിത്യജീവൻ പ്രവേശിക്കുകയല്ലേ. നമ്മൾക്ക് ഈ ലോകത്തിൽ എന്താ നഷ്ടമാകാനുള്ളത്? ഒന്നും നഷ്ടമാകുന്നില്ല. ഹല്ലേലൂയ. നഷ്ടമാകുന്നുണ്ട്. മനുഷ്യരീതി നോക്കുമ്പോൾ പലതും നഷ്ടമായി വരും. വീട് നഷ്ടമായെന്ന് വരും, നമുക്ക് ബന്ധങ്ങൾ നഷ്ടമായെന്ന് വരും. അതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ലേ. നിത്യതയോളം എത്തുന്ന സ്നേഹമല്ല നമ്മളെ ഇതുവരെ പിടിച്ചു നിർത്തിയത്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നാം എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിത്യജീവന് തരുവാൻ, ഹല്ലേലൂയ, ആ നിത്യരാജ്യത്തിലേക്ക് നമ്മളെ ചേർക്കുവാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ, ഹല്ലേലൂയ, ആ വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവമക്കളെ. ആ സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് പറഞ്ഞത് സമ്പത്തുള്ളവരാരും സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല, അതിന് ശ്രേഷ്ഠമെന്ന് നാം കരുതരുത്. നമ്മുടെ കുറവുകളൊക്കെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ പല ചോദ്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, പ്രതികൂല സാഹചര്യം കടന്നു വരാം. പിടിച്ചു നിൽക്കാൻ നാം ത്രാണിയില്ലാത്തവരാകാം. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യനെ ആശ്രയിക്കേണ്ടത് വരാം. എന്നാൽ അവിടെ തന്നെ നിരാശയുടെ വാക്കിലേ കിട്ടത്തുള്ളൂ. ആരും നമ്മുടെ കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ കൂടെ ആരില്ലെന്ന് വരാം, ആരും കൂടെ സഹകരിക്കാൻ ഇല്ലെന്ന് വരാം, ആരും നമ്മുടെ വേദനകളെ മനസ്സിലാക്കാൻ കൂടെ കണ്ടുനില്ലെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞത്, സ്തോത്രം, നീ എന്നോട് കൂടെ വാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ സർവശക്തനായ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവേ, കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവിക ദൂതുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവിൽ കർത്താവ് അവനെ നോക്കി, അവൻ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞു കർത്താവ് അവനെ സ്നേഹിച്ചു. അല്ലെങ്കിൽ ആ സ്നേഹത്താൽ ഞങ്ങളുടെ കുറവുകളൊന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതികൂലങ്ങള്, പ്രയാസങ്ങള്, അല്ലെങ്കിൽ വെല്ലുവിളികൾ, ഒറ്റപ്പെടലുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പാ, അല്ലെങ്കിൽ അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നു, ഞങ്ങളെ നിത്യജീവന് അവകാശികളാക്കുവാൻ വേണ്ടിയാണെന്നുള്ളത്. ആ തിരുവചനത്തിന് മുൻപാകെ അടികളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. വന്നിരിക്കുന്ന ജനത്തെ എല്ലാം അനുഗ്രഹിക്കും.